ഹരേ കൃഷ്ണ. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ കർമ്മഫലത്തിൽ നിന്നല്ല കർമ്മബന്ധനങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ മോചിതനാകാൻ പറ്റും എന്നുള്ളത്. അത് നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്ന അവസ്ഥ വന്നാൽ മാത്രമാണ് നമ്മുടെ പൂർവ്വകർമ്മങ്ങൾ അല്ലെ പൂർവ്വജന്മ കർമ്മങ്ങളിൽ ബന്ധിതരായിരിക്കുന്ന ദോഷം ഫലങ്ങളെല്ലാം മാറി വരികയുള്ളൂ. അപ്പം മറ്റുള്ളവർ നമുക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നന്മ വരുത്തുക, നന്മ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ അല്ലെങ്കിൽ മാറ്റം വരുത്താൻ സാധിക്കുക എന്ന് പറയുന്നത് അവർ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാവാം, അല്ലെങ്കിൽ ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ആഗ്രഹിക്കുന്നവരാവാം. അപ്പം അവരുടെ ഈ ആഗ്രഹം പ്രാർത്ഥന നമ്മളിലൂടെ സാഫല്യം അല്ലെങ്കിൽ സാധൂകരിക്കപ്പെടും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അവരുടെ പ്രാർത്ഥന നമ്മളിലേക്ക് വന്നു ചേരും, നമുക്കുണ്ടായിരുന്ന ചീത്ത ഫലങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാറുകയും ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒരു ശീലമാക്കി വെക്കുക. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന ഒരു ശീലമാകുക. 100 രൂപ കിട്ടിയാൽ 10 രൂപ പാവങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നൊരു സ്വഭാവം